ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വർക്ക് ചെയ്യുന്നത് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്നൊന്നും കിട്ടിയ വർക്കൊന്നുമല്ല, എൻ്റെ വീട്ടിലെ തന്നെ വർക്കാണ്, എൻ്റെ സ്വന്തം വീട്ടിലെ വർക്കാണ്. ഇതുണ്ടല്ലേ, ഈ കൃഷ്ണൻ്റെ മേത്താകെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്, പെയിൻറ്റൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെക്ക് ചോറ് കൊടുക്കാൻ പോയപ്പോൾ ഒരു പുതിയൊരു കൃഷ്ണനെ വാങ്ങിച്ചതാണ്. പക്ഷെ അത് കൊണ്ടുവന്ന് പഴയ വീട്ടിൽ പൊട്ടിയൊരു കൃഷ്ണനുണ്ടായി. ആ പൊട്ടിയ കൃഷ്ണനെ എടുത്ത് മാറ്റി ഈ കൃഷ്ണനെ വെച്ചു. പക്ഷെ രണ്ടാമത്തെ ദിവസം തന്നെ ഈ കൃഷ്ണനെ തീ പിടിച്ചു, ആകെ നാശമായി പോയിട്ടാ. കുറേ കരിയൊക്കെ ഉണ്ട്, പെയിൻറ്റൊക്കെ പോയി, അങ്ങനെയൊക്കെ ആകെ നാശമായിപ്പോയി. ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു, അതൊക്കെ ഉരുകി ആകെയൊക്കെ പിടിച്ച് അതൊക്കെ ഞാൻ പറിച്ച് ഇളക്കിയൊക്കെ കളഞ്ഞതാണ്. ഈ കൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. പിന്നെ ഞാൻ ഓർത്തു, കളയണ്ട, അമ്മ അത് കളയാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കളയണ്ട, ഞാൻ അമ്മനോട് പറഞ്ഞു ഞാൻ ഇത് ശരിയാക്കി തരാം. എന്ന് വെച്ചാൽ കൃഷ്ണന് വലിയ കേടുപാടൊന്നുമില്ല, പുറത്തുള്ള സംഭവങ്ങളും പെയിൻറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പോയേക്കണേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു കളയണ്ട, ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ആണെങ്കിൽ വീട്ടിൽ വെച്ച് പെയിൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പെയിൻറ്റുകൾ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കുറച്ച് പെയിൻറ്റ് ഞാൻ എപ്പോഴും വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നിയാലോ എന്ന് കരുതി 2-3 കളറൊക്കെ ഞാൻ എടുത്ത് എപ്പോഴും എൻ്റെ ബാഗിൽ വെക്കാറുണ്ട് വീട്ടിൽ പോണ സമയത്ത്. പക്ഷേ കൃഷ്ണന് കൊടുക്കാനുള്ള ഫുള്ള് കളറൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൃഷ്ണനെ ഇങ്ങോട്ടേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിന് ശേഷം പെയിൻറ്റൊക്കെ ചെയ്തു. പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ. മഞ്ഞ പെയിൻറ്റും റെഡും ഗോൾഡൻ കളറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇത് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണ് 2 മണിക്കൂറുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അത് കുറേയൊക്കെ സ്പീഡ് കൂട്ടിയിട്ടു, പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനെയൊക്കെയാണ് ഇത്രയാക്കി എടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യണ വീഡിയോ ഫുള്ളായിട്ട് ഇടാതെ ഇരുന്നത്. അങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കല്ലും ലേസും സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണനെ പെയിൻറ്റ് അടിക്കാൻ എടുത്തപ്പോഴാണ് പല പെയിൻറ്റുകൾ കട്ടായ കാര്യവും പെയിൻറ്റുകൾ തീർന്ന കാര്യമൊക്കെ ഞാൻ അറിയണത് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായാലും എൻ്റെ പെയിൻറ്റുകൾ മൊത്തം കട്ടയായി പോയി, പിന്നെ കുറേയൊക്കെ തീർന്നു പോയി. എന്നാലും കൃഷ്ണൻ അറിഞ്ഞു വെച്ചതാണെന്ന് തോന്നുന്നു. കൃഷ്ണൻ അടിക്കാനുള്ള പെയിൻറ്റുകളൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞയായാലും റെഡായാലും, റെഡ് ഒരു ഇത്തിരിക്കോളുണ്ടായുള്ളൂ. പക്ഷേ കൃഷ്ണൻ അടിച്ച് വന്നപ്പോഴേക്കും അത് തീർന്നു. കൃഷ്ണൻ്റെ ആ ഒരു സൈഡിൽ മാത്രം, 2 സൈഡിലാണ് ചുവപ്പ് പെയിൻറ്റ് വന്നത്. അപ്പോൾ ചുവപ്പ് അത് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ടിന്ന് കാലിയായി. പിന്നെ നീല പെയിൻറ്റ് കട്ടയായിട്ടുണ്ടായിരുന്നു, എന്നാലും കൃഷ്ണൻ അടിക്കാൻ പാകത്തിന് കിട്ടണുണ്ടായിരുന്നു. ഗോൾഡ്, അങ്ങനെ എന്താ പറയുക, പെയിൻറ്റുകൾ ഒരുമാതിരിപ്പെട്ട പെയിൻറ്റുകളൊക്കെ നല്ലോണം തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെയിൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് വേണം. ഈ കൃഷ്ണൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ കൃഷ്ണനെയും കൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താൽ കൊള്ളാം എന്നൊക്കെ തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലേസും സാധനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് വേണം അത് സാവകാശം സമയം പോലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേറെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു, അപ്പോൾ പതിയെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും വിഷുവിന് മുമ്പ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കണി വെക്കാൻ വിഷുവിനല്ലേ എല്ലാവരും ഒരുക്കുന്നത്. ആ സമയത്തായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയതും പിന്നെ ഇങ്ങനൊരു അത്യാവശ്യം വന്നതും ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എനിക്കെന്താ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് തിരുത്തണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് തിരുത്താൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിതങ്ങനെ വെച്ചു. കാരണം എന്താണെന്ന് ഞാൻ അതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെയ്തു വന്നപ്പോൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ വർക്ക്. കാരണം അത്രത്തോളം ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, മനസ്സിന് ഒരുപാട് സംതൃപ്തി കിട്ടിയൊരു വർക്ക് കൂടിയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. പണ്ട് തുടങ്ങി കണ്ണനാണ് ഫേവറേറ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കണ്ണൻ ഒരുക്കാൻ ഒരിത്തിരി ഇഷ്ടം കൂടുതൽ. ഗുരുവായൂരമ്പലം കണ്ണൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടായിരിക്കണം ഇത് ഇത്രയും ഉത്സാഹത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും ഞാൻ ചെയ്തത്. പിന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് തീർത്ത വർക്കാണ്. കാരണം രാവിലെ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങാൻ വെച്ചു. അന്ന് തന്നെ
ഉണങ്ങിയതിന് ശേഷം കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. കാരണം ഇത് ഉണങ്ങുന്ന ആ സമയം ഞാൻ ഫാനൊക്കെ ഇട്ടിട്ട് ഉണക്കിയ കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നാത്തതുകൊണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ ഫാനൊക്കെ ഇട്ട് ഉണക്കിയാണ് ഞാനത് ചെയ്തത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ വാശി പിടിക്കുന്നുണ്ടായിരുന്നെങ്കിലും എല്ലാം മാറ്റി നിർത്തിയിട്ട് ചെയ്തൊരു വർക്ക് കൂടിയാണ് കേട്ടോ. അത്രയും ഇഷ്ടത്തോടുകൂടി ചെയ്തൊരു വർക്കും കൂടിയാണ്. അതാണ് ഇങ്ങനെ വീണ്ടും എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒട്ടിക്കുന്ന ഈ മജന്തക്കല്ലില്ലേ, ഇത് ഒട്ടിച്ചിട്ട് അതെനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. മജന്തയ്ക്ക് പകരം അവിടെ പച്ചയാക്കിയിട്ടുണ്ട്. അതിനുശേഷം മജന്ത വേറൊരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മജന്ത ഞാൻ എവിടേക്കാണ് മാറ്റിയെന്നുള്ളത്. അത് ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഞാനത് മാറ്റി വേറൊരു രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാകും. പിന്നെ അതുകൂടാണ്ട് കൃഷ്ണൻ്റെ കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉള്ള പോലെ തോന്നിയിട്ട് അവസാനം ഞാനത് ഒന്നും കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു കണ്ണ് ഒരു അത്ര ഭംഗിയില്ലാതെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും മാറ്റി ഒന്നും കൂടി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ട് ഞാൻ കുറേ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്കും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയിട്ടില്ല. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാറ്റിയിട്ടില്ല, ഇപ്പോഴും മാറ്റിയിട്ടില്ല. ലാസ്റ്റ് ഇതിൻ്റെ ഫോട്ടോസിലും അത് മാറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞില്ലേ പിന്നെ പെയിൻറ്റ് കഴിഞ്ഞോന്ന്. അപ്പോൾ ഈ മഞ്ഞ കളറ് പെയിൻറ്റ് എൻ്റെ കയ്യിൽ സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ലെമൺ യെല്ലോ കളറ് പെയിൻ്റായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ കൃഷ്ണന് ശരിക്കും അതല്ലല്ലോ പറ്റുക. അപ്പോൾ ഞാൻ കുറേ കളറുകളൊക്കെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് മഞ്ഞ കിട്ടുമെന്നൊക്കെ നോക്കിയെന്ന് വെച്ചാൽ മഞ്ഞ കിട്ടേണ്ട കളറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പോൾ കുറേ വേറെ കളറുകളൊക്കെ മിക്സ് ചെയ്ത് ഈ യെല്ലോ കിട്ടുമെന്ന് ഞാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റ് കുറേ കളറൊക്കെ നോക്കിയിട്ട് എനിക്കൊരു പീച്ച് കളറാണ് കുറച്ചെങ്കിലും ചേരണ ഒരു കളറായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ മഞ്ഞ കൊടുത്ത് ഫുള്ള് പീച്ച് കളറ് കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് അതെനിക്ക് അത്ര തൃപ്തി തോന്നാണ്ട് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ലെമൺ യെല്ലോ തന്നെ കൊടുക്കാമെന്ന് കരുതി പീച്ചിൻ്റെ മുകളിൽ ലെമൺ യെല്ലോ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത്. പീച്ച് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ലെമൺ യെല്ലോ കൊടുത്തു. അത് കൊടുത്തപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് കൃഷ്ണൻ്റെ ശരിക്കും ഞാൻ ഉദ്ദേശിച്ച മഞ്ഞ കളർ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ചത് തന്നെയാണ് കേട്ടോ. കാരണം പെയിൻറ്റ് ഇല്ലാതിരിക്കുന്നൊരു സമയമായിരുന്നു. പിന്നെ പെയിൻറ്റ് വാങ്ങാൻ പോകാനൊരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എനിക്ക് ആ ഒരു യെല്ലോ കളർ ഞാൻ കൊടുത്തു വന്നപ്പോൾ കിട്ടി. മിക്സ് ചെയ്യാനുള്ള കളറ് പോലും ശരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാനത് അവസാനം കൊടുത്ത് വന്നപ്പോൾ എനിക്ക് ആ കളർ കിട്ടി. അപ്പോൾ അതെൻ്റെ കൃഷ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ആരെന്ത് കമൻ്റ് ഇട്ടാലും എന്തെങ്കിലും തീർത്ത് പറഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം അത്രത്തോളം ഞാൻ ആ പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലല്ലോ എന്നോർത്തൊരു വല്ലാത്തൊരു വിഷമം തോന്നി. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അതേ കളർ തന്നെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മജന്ത കല്ല് മാറ്റി ഞാൻ പച്ച വെച്ചു. പിന്നെ മജന്ത കല്ലുകൾ ഞാൻ ഇവിടെയായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ കുഞ്ഞി മണിയുടെ ലേസ് എന്നാണ് അങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു സംഭവം കൂടി ഒട്ടിച്ചു കൊടുത്തു. ഫുള്ള് കിരീടത്തിൻ്റെ ആ ഭാഗമൊക്കെ ഫുള്ള് ഫില്ല് ചെയ്തു. ഈ കൃഷ്ണനെ വാങ്ങിച്ച സമയത്ത് മയിൽപ്പീലി ഉണ്ടായിരുന്നു കേട്ടോ. മയിൽപ്പീലി തീ പിടിച്ചപ്പോൾ കത്തിപ്പോയി. അപ്പോൾ അതിന് പകരം ഞാൻ മയിൽപ്പീലിയുടെ പോലത്തെ ഒരു സാധനം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെയൊപ്പം ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതൊരു ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.